ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുൻ ഈ കാര്യങ്ങളൊക്കെ മാധുരി അമ്മയോട് പറഞ്ഞതുകൊണ്ട് തന്നെ മാധുരി അമ്മയ്ക്ക് സമാധാനം കിട്ടുന്നില്ല കേട്ടോ. മാധുരി അമ്മയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല. മാധുരി അമ്മ അർജുനോട് വന്നിട്ട് പറയാം, മോനെ എൻ്റെ കൈകാലുകൾ വിറക്കുന്നു, എനിക്കൊന്നിനും കഴിയുന്നില്ല, എനിക്കാകെ പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും കേട്ടോ റാണിയുടെ ഇറങ്ങി വരവ്. അത് കാണുന്ന അർജുൻ, അമ്മേ സംശയത്തിനുള്ളൊരു ഇട കൊടുക്കല്ലേ അമ്മ, ഇങ്ങനെയൊക്കെ ഇരിക്കും, നമ്മുടെ പൂജയെ കണ്ടെത്തണ്ടേ, പൂജയെ കണ്ടെത്തും വരെ നമുക്ക് അവൾ ആരാണെന്ന് അവൾക്ക് മുന്നിൽ അറിയരുത്, അതിന് നാടകം തന്നെ നടക്കുള്ളൂ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം മാധുര്യമ്മയല്ലേ ആള്, മാധുര്യമ്മക്ക് ഉള്ളിൽ വെക്കാൻ കഴിയില്ല, പുറത്തോട്ട് തന്നെ വരൂ കേട്ടോ. അങ്ങനെ റാണി, ഇതെന്താ അമ്മയും മോനും ഒരുമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ മാധുര്യമ്മ പറയും, എന്താ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാൻ പാടില്ലേ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല, അപ്പോൾ എന്താ ഇവർക്കൊരു ദേഷ്യമൊക്കെ എന്നോട് എന്നിങ്ങനെ റാണി മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അർജുൻ പറയാണ്, അമ്മേ എനിക്കെന്തെങ്കിലും ചായ കിട്ടിയായിരുന്നു നന്നായിരുന്നു, വല്ലാതെ തലവേദനിക്കുന്നു എന്ന് പറയുമ്പോൾ മാധുരി പറയാണ്, ഞാനിട്ട് കൊണ്ട് വരാമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെന്താ അജുവേട്ടാ എന്നോട് പറഞ്ഞാൽ കുഴപ്പം, ഞാനിട്ട് തരില്ലേ അജുവേട്ടനുള്ള ചായ, അതുകൊണ്ട് ഞാനിട്ട് തരാമെന്ന് പറഞ്ഞ് കിച്ചണിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം അർജുൻ മാധുര്യമ്മയോട് പറയാണ്, അമ്മേ ഞാൻ വേറൊരു കാര്യം കൂടി അമ്മയോട് വ്യക്തമാക്കാം. ഇപ്പോൾ നന്ദേട്ടനെ തള്ളി താഴെയിട്ട് ഈ അവസ്ഥയിലെത്തിക്കാൻ നോക്കിയവൾ നാളെ ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വരുത്തുമോ എന്ന് പറയാൻ പറ്റില്ല. അവൾ കിച്ചണിൽ കയറുമ്പോൾ എല്ലാവരുടെയും കണ്ണ് അവളിൽ ഉണ്ടാവണം, കാരണം അവൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷം ചേർത്ത് ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ എപ്പോഴും അവളുടെ പിറകെ ഉണ്ടാവണം, എന്നാൽ അമ്മയും സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മോനെ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് പ്രിയനേക്കാൾ വിളഞ്ഞ വിത്താണല്ലോ ഈശ്വര, എനിക്ക് പേടിയാവുന്നു, നമ്മുടെ കുടുംബത്തിന് മാത്രം എന്താ ഇങ്ങനത്തെ ദോഷങ്ങൾ മോനെ, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയാണ്, പേടിച്ചിട്ട് കാര്യമില്ല, ഇപ്പോൾ നമ്മൾ അവളെ കൈകാര്യം ചെയ്ത് നമ്മുടെ പൂജ എവിടെയെന്ന് അവളിൽ നിന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം അവളെ എന്ത് വേണമെന്ന് ചെയ്യണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എൻ്റെ അമ്മ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്ന് പറയണം കേട്ടോ. അങ്ങനെ വേഗം ചെല്ലമ്മേ എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയം കനക ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലാണ്. അങ്ങനെ കനക ചേച്ചിക്ക് ഈ സത്യങ്ങളൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കനക ചേച്ചിയോട്, റാണി ഞാനിന്ന് ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ, ആഹാ ഇത് കൊള്ളാലോ, പഴയ പൂജയായല്ലോ നീ എന്നൊക്കെയുള്ള ആ ഒരു മട്ടിൽ സംസാരിക്കണം കേട്ടോ. അങ്ങനെ എന്നാൽ ശരി, ഞാനിവിടെ നിൽക്കാം, കൈസഹായത്തിന് എന്തെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും മാധുരി ഓടി വരികയാണ്, എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇന്ന് നമ്മുടെ പൂജക്കുഞ്ഞ് അത്ര ഭക്ഷണം ഉണ്ടാക്കുന്നത്, നമ്മുടെ പഴയ പൂജയായിരിക്കുന്നത്, അവൾ അത്ര ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് മാധുര്യമായി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പൂജ പൊയ്ക്കോളൂ എന്ന് പറയാം കേട്ടോ. അതെന്താ ഞാനുണ്ടാക്കിയ കുഴപ്പം, അതിൻ്റെ ആവശ്യമില്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത്. അപ്പോൾ ഉടൻ തന്നെ, അതെന്താ ഞാൻ ഉണ്ടാക്കിയ കുഴപ്പം, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പറയുമ്പോൾ അവിടെ കനക ചേച്ചി, എന്താ മാധുരി നീ ഇങ്ങനെ, അവൾ ഉണ്ടാക്കിക്കോട്ടെ, ഇത്രയും നാൾ അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലായിരുന്നു എല്ലാവർക്കും ഇവിടെ പ്രശ്നം, ഇപ്പോഴവൾ ഉണ്ടാക്കിയെന്ന് വെച്ച് എന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ, ദേ കനക ചേച്ചി, നിങ്ങൾ ഈ വീട്ടിൽ വേലക്ക് വന്നിട്ടുണ്ടെങ്കിൽ വേല ചെയ്താൽ മതി, ബാക്കിയുള്ള പണിക്ക് നിൽക്കണ്ട എന്ന് പറയാം കേട്ടോ. അങ്ങനെ മാധുരിയുടെ വായിൽ നിന്നും വേല എന്നുള്ള ആ വാക്ക് കനക ചേച്ചിയുടെ നേർക്കങ്ങ് പൊങ്ങുമ്പോൾ, ആ മാധുരി മോളെ, നീയും എന്നെ ആ കൂട്ടത്തിലാണല്ലേ കണ്ടിട്ടുള്ളത്, ഞാൻ എൻ്റെ കുടുംബമാണിതെന്ന് കരുതി ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുമ്പോൾ, മാധുരി നീ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഉടനെ, പൂജ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീയാണ്, അതെന്താ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയ കുഴപ്പം എന്ന് റാണി ചോദിച്ച ഉടനെ, നന്ദേട്ടൻ ആസ്പത്രിയിൽ ഇങ്ങനെ ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ നീ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി രസിച്ച് കഴിക്കുകയാണ്, നിൻ്റെ അച്ഛനല്ലേടി, എന്താടി നീ കുട്ടി കാട്ടുന്നത് എന്ന് പറഞ്ഞ് മാധുരി അങ്ങ് ഒച്ചയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന കനക ചേച്ചി ആകെ ഞെട്ടിപ്പോവാണ്, എന്താണ് ഇന്ന് മാധുരി മോൾക്ക് പറ്റിയത്, എന്തോ ഉള്ളിലുണ്ടല്ലോ, ഇവളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കാൻ കേട്ടോ. നിന്നോടല്ലേ കുട്ടി പറഞ്ഞത് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാൻ, ഇവിടെ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി, നീ ഇപ്പോൾ റെസിപ്പീസ് പഠിക്കേണ്ട സമയമല്ല ഇപ്പോൾ ഇവിടെ, നീ ഇവിടെ ആർക്കും ഭക്ഷണം ഉണ്ടാക്കണ്ട, നന്നായിട്ട് നീ അവസ്ഥയിൽ കിടക്കുമ്പോൾ നിൻ്റെ ഒരു ഭക്ഷണം ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞ് അങ്ങ് ഒച്ചയിടുമ്പോൾ റാണി അങ്ങ് പോയി കേട്ടോ. അങ്ങനെ പിന്നീട് കനക ചേച്ചി മിണ്ടുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ മാധുരി, ചേച്ചി എന്നോട് ക്ഷമിക്കണം, ചേച്ചിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അത് ചേച്ചിയോടല്ല മറ്റവളോടാണ് എന്ന് പറയാം കേട്ടോ. മറ്റവളാ, അതെന്താ നീ അങ്ങനെ സംസാരിക്കുന്നത്, എൻ്റെ ചേച്ചി ഒന്ന് ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് കനകത്തിനെ വിളിച്ചിട്ട് മാധുരി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ എന്താ നീ എന്നോട് മിണ്ടണ്ട, നീയും എന്നെ വേലക്കാരിയുടെ സ്ഥാനത്തല്ലേ കണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ മോളെ പോലെ നിന്നെ കണ്ടിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ കാട്ടിയില്ലേ എന്ന് പറയുമ്പോൾ, എൻ്റെ ചേച്ചി ഒന്നിങ്ങ് വന്ന കാര്യങ്ങൾ പറയട്ടെ, അതിന് മുന്നേ ഇങ്ങനെ കയറി സംസാരിക്കില്ലേ എന്ന് പറയുമ്പോൾ, എന്താ എന്ന് ചോദിച്ച ഉടനെ പറയാം, അവൾ നമ്മുടെ പൂജയല്ല ചേച്ചി, അവൾ വേറൊരുത്തിയാണ്, അതുകൊണ്ടാണ് നമ്മുടെ കുടുംബം തകർക്കാൻ പ്രിയക്ക് ശേഷം വന്ന വേറൊരുത്തിയാണ്,
നന്ദേട്ടൻ സ്നേഹിച്ചിരുന്ന കാമുകിയുണ്ടല്ലോ, അവൾക്കുണ്ടായ മകളാണ് ഇവൾ എന്ന് പറയണേ. എന്താ മോളെ നീ പറയുന്നത്? വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. പൂജയുടെ പോലെ തന്നെ ഉണ്ടല്ലോ അവളെന്ന് പറയുമ്പോൾ സംഭവം പൂജയുടെ പോലെയൊക്കെ ഉണ്ടാവും. പക്ഷെ അവൾ വേറൊരുത്തിയാണ്, റാണിയാണ്. ഈ വീട്ടിൽ അവൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ നന്ദേട്ടൻ ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കാനുള്ള കാരണം അവളാണ് നന്ദേട്ടനെ ടെറസിൽ നിന്ന് തള്ളി താഴെയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന കനക ചേച്ചിക്ക് കൈകാലുകൾ വിറക്കാണ്. എന്താണ് ഈ പറയുന്നത്? ഉള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ കനക ചേച്ചിയോടും അർജുൻ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം അർദ്ധരാത്രിയിൽ പൂജ തനിക്ക് രക്ഷപ്പെടാൻ, തനിക്ക് അഭയം തേടാൻ വേറെ എവിടെയും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിന്നീട് താൻ അമ്പലത്തിലോട്ടായിരിക്കട്ടെ പോവുക. അവിടെ ദൈവം എന്നെ കാത്തോളും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ആ അർദ്ധരാത്രി പൂജ അങ്ങോട്ടേക്കായിരിക്കട്ടെ പോയിട്ടുണ്ടാവുക. പിന്നീട് എപ്പോഴോ പൂജ അങ്ങ് മയങ്ങി. പിന്നീട് വിശ്വനാഥൻ ആ ഒരു അമ്പലത്തിൽ കയറി വരാനിട്ട്. അങ്ങനെ വിശ്വനാഥൻ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര, എൻ്റെ പൂച്ചമോളെ എവിടെയെന്ന് കണ്ടെത്തണം. കുറച്ച് നാൾ ഞാൻ ഇവിടെ നിന്നും മാറി നിന്നപ്പോഴേക്കും എൻ്റെ കുട്ടിക്ക് വീണ്ടും ദുരന്തം വന്നല്ലോ. അവൾ ആർക്കും അറിഞ്ഞും കൊണ്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അവളെ തകർക്കുക, അവളുടെ രൂപത്തിൽ അതേ ഇതിൽ അവളുടെ ഭർത്താവിനെ അടക്കം തട്ടിയെടുക്കാൻ വേണ്ടി അവൾ വന്നിരിക്കുന്നു. എന്തായാലും ഈശ്വര, എൻ്റെ കുഞ്ഞ് എവിടെയാണെങ്കിലും എനിക്ക് കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് വിശ്വനാഥൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കട്ടോ അമ്പലനടയിൽ പൂജ ഇങ്ങനെ തളർന്ന് കിടന്ന് ഉറങ്ങുന്നത് കാണട്ടോ. അങ്ങനെ വിശ്വനാഥൻ ഓടി വരികയാണ്. വിശ്വനാഥൻ ഓടി വന്ന് മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് വിശ്വനാഥനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അങ്ങനെ വാ മോളെ, ഇവിടെ നിൽക്കുന്നത് ആപത്താണ് എന്ന് പറഞ്ഞിട്ട് പൂജയെ സ്നേഹസദനത്തിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. പിന്നീട് വിശ്വനാഥൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയാണ്, ഞാനിങ്ങനെ ഇന്ന ഒരു ഭാഗത്തായിരുന്നു കിടന്നിരുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് എത്തി. പിന്നീട് എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരാൾ അഞ്ജനയുടെ കൈകളിലാണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഞാനിതാ എൻ്റെ അതേ രൂപസാദൃശ്യമുള്ള എൻ്റെ അച്ഛൻ്റെ കാമുകി എന്ന് പറയുന്നവർക്കുണ്ടായ ആ ഒരു മകളാണ് ഇപ്പോൾ എൻ്റെ അച്ചുവേട്ടൻ്റെ കൂടെ. എൻ്റെ അച്ചുവേട്ടനെ രക്ഷിക്കണം, എൻ്റെ അച്ചുവേട്ടനെ രക്ഷിക്കണം. അവൾ എൻ്റെ അച്ഛനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കെൻ്റെ അച്ഛനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ മോളെ നീ ക്ഷമിക്കേ, ഞാൻ അർജുൻ മോനക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം, അർജുൻ ഇവിടെ എത്തും എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം അർജുനാണെങ്കിലും യാതൊരുവിധ സമാധാനവുമില്ല. വീട്ടിലാകെ ഇളകി മറിഞ്ഞിരിക്കുന്നു. കനകം അറിഞ്ഞു, അച്ഛൻ അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അച്ഛമ്മ മാത്രമേ ഇനി ആ വീട്ടിൽ അറിയാത്തതുള്ളൂ. ഈ വന്നിരിക്കുന്ന പൂജയല്ല റാണിയാണ് എന്നുള്ള സത്യം. അങ്ങനെ എല്ലാവരും റാണിയെ നിരീക്ഷിക്കുകയാണ്. എന്നാൽ റാണിയാണെങ്കിലോ തന്നെ എല്ലാവരും നോട്ടം ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താനിവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് തനിക്ക് നല്ലത് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ ആ ഗുണ്ടകളുടെ വിളി വരുന്നത്. പൂജ എന്ന് പറയുന്ന ആൾ രക്ഷപ്പെട്ടിരിക്കുന്നു, എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയട്ടോ. അപ്പോഴായിരിക്കും ശ്രീകുട്ടനെ വിളിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ശ്രീകുട്ടനെ തനിക്ക് കയ്യിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ റാണി ആകെ എന്ത് ചെയ്യണമെന്നാകെ അറിയാതെ ആശയക്കുഴപ്പത്തിലാവണ്. എന്തായാലും റാണി അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും അർജുൻ ഇനി റാണിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ആ പരിപാടി ചെയ്യൂട്ടോ. ഒരു പക്ഷേ ഈ കഥ ഇനി നീട്ടാൻ റാണിയും പ്രിയയും തമ്മിൽ ഇനി അറസ്റ്റ് ചെയ്താൽ അവരവിടെ വെച്ച് കൈകോർക്കുമോ എന്നും പറയാൻ പറ്റില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും ഇനി അർജുനും പൂജയും കണ്ടുമുട്ടുന്ന ഏതാനും ദിവസങ്ങൾ തന്നെയുള്ളൂ. ആ നാളുകൾ എത്തി. ഇനി അവർക്ക് ഒരു കുഞ്ഞ് പിറക്കാൻ പോവുകയാണ് എന്നുള്ള ആ സത്യം ഇനി അർജുനോട് പൂജ തുറന്ന് പറയുമ്പോൾ വലിയ ആഘോഷം തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു ശാന്തതയാവുമ്പോൾ ഇനി പ്രിയയുടെ പ്രശ്നമായിരിക്കും ഇനി വരാനിരിക്കുന്നത് കേട്ടോ.